ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മുരിങ്ങയ്ക്ക ചക്കക്കുരു തോരൻ. ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചക്കക്കുരും മുരിങ്ങയ്ക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവാണെങ്കിൽ ഞങ്ങൾ ഇന്നാളെ ഒരു ചെറിയ പീസ് ചക്ക വാങ്ങിച്ച് അതിൽ നിന്ന് കിട്ടിയ ചക്കക്കുരു. അപ്പോൾ ഫ്രഷ് ചക്കക്കുരുവും നമ്മൾ ഈ ഫ്രോസൺ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെക്കുന്ന ചക്കക്കുരു തമ്മിൽ ഭയങ്കര വ്യത്യാസം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രഷ് കിട്ടിയപ്പോഴേ അതിൻ്റെ കൂടെ ഫ്രഷായിട്ടുള്ള കുറച്ച് മുരിങ്ങയ്ക്കായ ഇട്ടിട്ട് രണ്ടും കൂടെ തോരൻ വെക്കാം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ വെക്കണതാണ്. ഇവിടെ ഞങ്ങൾക്ക് ചക്കയൊന്നും കിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പോലെ ചക്ക കിട്ടിയതിനകത്ത് കുറച്ച് ചക്കക്കുരു ഇട്ട് അതും മുരിങ്ങയ്ക്കായും കൂടെ തോരൻ വെക്കാൻ പോകും. ആദ്യം നമുക്കിതൊന്ന് പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വരാം. മുരിങ്ങയ്ക്കായും ചക്കക്കുരും ഇതേപോലെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. തോരൻ എപ്പോഴും നമ്മൾ ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കിയിടും. ചക്കക്കുരു ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ചക്കക്കുരു ഇതേപോലെ അരിഞ്ഞു വെച്ചു. മുരിങ്ങയ്ക്ക ഉണ്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത്. അരയ്ക്കാനുള്ളത് തേങ്ങ, സ്പൈസി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ക്യുമിൻ പൗഡർ കേട്ടോ. അതും കുറച്ച് ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീഫും ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ്. കടുക് മുളകും കറി ലീഫും കടുക് വറക്കാൻ. അതിന് വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ട് വറക്കാൻ. ഇത് അരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കാം. നമുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും പൊടികളും പിന്നെ തേങ്ങ, കറി ലീഫും ഗ്രീൻ ചില്ലിയും പൊടികളും തേങ്ങ എല്ലാം കൂടി ഇതേപോലെ ചതച്ച് വെച്ചു. കലത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങയ്ക്കായും ചക്കക്കുരും തേങ്ങയില്ലേ അതുകൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഒന്ന് കുക്ക് ചെയ്ത് വരണമല്ലോ. പാട്ട് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടല്ലോ. ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കായ്ക്ക് വേവുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇതിപ്പം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. നന്നായിട്ട് കുക്ക് ചെയ്തൊന്ന് നോക്കിയിട്ട് അതിന് കടുക് ചേർക്കാം. തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചക്കക്കുരു മുരിങ്ങയ്ക്കായി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് കടുക് വറുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തു. കടുകും ഇതിലേക്ക് മുളകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടി വരുന്നപ്പോൾ കുറച്ച് കറിയിലേക്ക് കേട്ടോ. കടുക് മുളകും കറിയിലേക്കൊക്കെ വറുത്ത് എന്നിട്ട് നമുക്ക് കീറി വെച്ച് മുരിങ്ങയ്ക്കായും ചക്കക്കുരു ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞു അല്ലേ. ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് ഒരു മിനിറ്റ് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ തോരൻ റെഡി. നമ്മുടെ തോരൻ റെഡിയായി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.